ഇപ്പോൾ എന്നെ മേക്കപ്പ് ചെയ്തിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകളോട് വേറെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്, ഈ കൊച്ചിനെയൊക്കെ എന്തിനാണ് നിങ്ങൾ ഒരുക്കുന്നത്, അതിന് ഇതിൽ നിങ്ങളൊക്കെ എന്ത് കണ്ടിട്ടാണ് ഒരുക്കുന്നത്? കീർത്തന കുട്ടീനെ കുറേ നാളായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഞാൻ ബ്രൈഡൽ ഉണ്ട്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കീർത്തന രവീന്ദ്രൻ. സോ ഇന്ന് ഞാനുള്ളത് എറണാകുളത്താണ്. ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ കരുതി, ഞാൻ ഇതുവരെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒന്നും എടുത്തിട്ടില്ലല്ലോ. രാവിലെ ട്രെയിനിലാണ് വന്നത്. അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ഞാൻ ഫുള്ളിങ്ങനെ അലങ്കോലപ്പെട്ടാണ് വന്നത്. പെട്ടെന്ന് ധൃതി പിടിച്ചാണ് വന്നത്. ഇപ്പോൾ സമയം ഒരു 10:30 കഴിഞ്ഞ് 11 മണിയാകും. ഞാനിപ്പോൾ സൗമ്യ ശ്യാം മേക്കപ്പ് സ്റ്റുഡിയോയിലാണുള്ളത്, തൃപ്പൂണിത്തറയുള്ള എസ് എൻ ജംഗ്ഷൻ. യെസ്, അവിടെയാണുള്ളത്. അപ്പോൾ ഇന്നൊരു ഷൂട്ടുണ്ട്, എനിക്ക് ഒരു ബ്രൈഡൽ ഷൂട്ടാണ്. അപ്പോൾ അതിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ, മേക്കപ്പ് ചെയ്യുന്ന വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ആൻഡ് തിരിച്ച് ഇന്നത്തെ ഡേ എങ്ങനെ ഉണ്ടായിരുന്നെന്നും ഒക്കെ ഞാൻ കാണിച്ചു തരാം. സോ നമുക്ക് സ്റ്റുഡിയോനകത്തോട്ട് പോയാലോ. ഇതാണ് ചേച്ചിയുടെ സ്റ്റുഡിയോ. ഭയങ്കര രസമുണ്ട്. ചേച്ചി മേക്കപ്പ് ചെയ്തിട്ടുള്ള ഒത്തിരി പേരിൽ കുറച്ച് പേരുടെ ഫോട്ടോസ് ഇങ്ങനെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഞാൻ ഈ 5th ഈ ഷൂട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പണ്ട്. പിന്നെ ഇതിൽ എൻ്റെ ഒരു ഫോട്ടോയും വരുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം. സോ ഗൈസ്, ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. ഇപ്പോൾ എന്നെ മേക്കപ്പ് ചെയ്തിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകളോട് വേറെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്. അത് ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ്, എന്നെ മേക്കപ്പ് ചെയ്ത മേക്കപ്പ് ആർട്ടിസ്റ്റുമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതായത് ഈ കൊച്ചിനെയൊക്കെ എന്തിനാണ് നിങ്ങൾ ഒരുക്കുന്നത്, അതിന് ഇതിൽ നിങ്ങളൊക്കെ എന്ത് കണ്ടിട്ടാണ് ഒരുക്കുന്നത്, അതേപോലെ തന്നെ അതിന് കളറില്ല, തടിയുണ്ട്, പിന്നെ കാണാനും കൊള്ളത്തില്ല, അങ്ങനത്തേക്ക് ഭയങ്കര റൂഡായിട്ടുള്ള റേസിസ്റ്റ് കളറിസ്റ്റ് ഡയലോഗ്സ് ഒക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതായിട്ട് കുറേ മേക്കപ്പ് ആർട്ടിസ്റ്റുമാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നെ വളരെ അധികം ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന, റെസ്പെക്റ്റ് ചെയ്യുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റുമാർ അയ്യോ എടാ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, 2025 ആയിട്ടും ഈ ഒരു മൈൻഡോട് നിൽക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടെന്നുള്ളത്. അതായത് സൗന്ദര്യം ഇസ് നോട്ട് ബേസ്ഡ് ഓൺ കളർ എന്ന് തിരിച്ചറിയാണ്ട് ഇപ്പോഴും വളരെ അഹങ്കാരത്തോടെ ഫെയർ ആയിട്ടുള്ളത് മാത്രമാണ് ഭംഗിയെന്ന് വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഇടയിൽ നിന്ന് നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്ന, റെസ്പെക്റ്റ് ചെയ്യുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റുമാരുണ്ടെന്ന് എനിക്ക് തെളിയിക്കുന്ന കുറേ മേക്കപ്പ് ആർട്ടിസ്റ്റ് എനിക്ക് പേഴ്സണലി അറിയാം. അതിലൊരാളുടെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്. നമ്മൾ എന്ന് വെച്ചാൽ അവരുടെയൊക്കെ ഒരു സ്നേഹം കാണുമ്പോൾ തന്നെ നമ്മൾ ഓക്കേ എന്നുള്ളൊരു ഫീലാണ്. സോ അങ്ങനത്തെ ഒരു പ്ലേസിലാണ് ഞാനുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഒത്തിരി എക്സൈറ്റഡ് ആണ്, കാരണം എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുമാരിൽ ഒരാളാണ്. ആ പുള്ളിക്കാരി ഇങ്ങനെ ഓരോ ബ്രൈഡ്സിനെയൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ്. എന്ത് ഭംഗിയായിട്ടാണ് എനിക്ക് ഒരു അവസരം കിട്ടണമെന്ന് വിചാരിച്ചിട്ടുമാണ് ചേച്ചി ഇങ്ങോട്ട് വിളിക്കുന്നത്. അപ്പോൾ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. സോ ഐ എം ഫൈനലി ഹിയർ. നമുക്ക് ഷൂട്ടിലോട്ട് പോവാം. ഞാനിപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യണം, എനിക്ക് ത്രെഡൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ ഈ ഷൂട്ട് എനിക്ക് എക്സൈറ്റ്മെൻറ്റ് കൂടിയിട്ടാണോന്ന് അറിയത്തില്ല, വളരെ ക്ലിയർ ആയിട്ട് ഇരുന്നതാണ്. പാടുകൾ ഉണ്ടായിരുന്നെങ്കിൽ കുരുക്കൾ ഉണ്ടായിരുന്നില്ല. ഇപ്പം നമുക്ക് കുറേ കുരുക്കളാണ്. ബട്ട് ചേച്ചി സൂപ്പറാക്കും എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഗൈസ്. ഞാൻ ബ്രൈഡൽ ഉണ്ട്. നമുക്ക് എൻ്റെ മുഖം കണ്ട് ഞെട്ടണ്ട. ഞാൻ രാവിലെ ഉറക്കം എണീറ്റ് സൺസ്ക്രീൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരുങ്ങി കഴിഞ്ഞിട്ട് എന്നെ കണ്ടാൽ മതി. ഓൾസോ ഇവിടുത്തെ ഒരു ഇത് കാണിച്ചു തരാവേ, ബ്രൈഡൽ റൂമിൻ്റെ. നല്ല രസമുണ്ടല്ലേ ഗൈസ്? നമുക്ക് എനിക്ക് ഫ്ലോറൽ ഡിസൈനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വാവ്, നമ്മൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഒക്കെ എടുത്തു. ഞാൻ ആഡ് ചെയ്ത് തരാം വീഡിയോയിൽ. ഇതാണ് ഗൈസ് മേക്കപ്പ് ആർട്ടിസ്റ്റ്. ബ്ലൗസ് ഒരു പൊടിക്ക് ലൂസാണ്, വിച്ച് മീൻസ് ഞാൻ കുറച്ച് മെലിഞ്ഞെന്നാണ് തോന്നുന്നു. അപ്പോൾ ബുട്ടീക്ക് ഇവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് നമ്മളിങ്ങനെ പോയി അവർ നേരിട്ട് കണ്ട് ഓൾട്ടർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് കൈവച്ച് തുന്നിയാലും മതിയായിരുന്നു, ബട്ട് പെർഫെക്ഷന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ പോയി തുന്നാൻ പോവുകയാണേ ഗൈസ്. കണ്ടോ, എസ് എൻ ജംഗ്ഷൻ അല്ലേ? എസ് എൻ ജംഗ്ഷൻ മെട്രോ സ്റ്റേഷൻ്റെ വളരെ അടുത്തായിട്ടാണ് നമ്മുടെ സലൂൺ വരുന്നത്. സലൂൺ പ്ലസ് മേക്കപ്പ് സ്റ്റുഡിയോ. വാവ്, എല്ലാം ഷടപടേ എന്നായതുകൊണ്ട് നമുക്കെല്ലാം പെട്ടെന്ന് കഴിഞ്ഞു. ഞാൻ ഒത്തിരി നാളായി ഒരു ബ്രൈഡൽ ഷൂട്ട് ചെയ്തിട്ട്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നോക്കും, നമ്മൾ ഗ്ലിറ്റ്സ് ഇന്ത്യ ഫാഷൻ ഹൗസിലാണ് എൻ്റെ ബ്ലൗസ് ഡിസൈൻ ചെയ്തത്. അപ്പോൾ അവിടെയാണ് പോയി ഓർഡർ ചെയ്തത് കേട്ടോ. നമ്മൾ നമ്മൾ ഫ്ലവർ ഏത് ഫ്ലവർ വെക്കണം എന്നുള്ള
കളറാണ്. അപ്പം ഈ ഒരു പോയിന്റിൽ ആ സാരിയുടെ കളർ ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണേ. ഇവിടെ കണ്ണെഴുതിയിട്ടുണ്ട്. ഇതാണ് സാരി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. എങ്ങനെയുണ്ട് ഗൈസ്? അങ്ങനെ സാരി ഡ്രിപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. സാരി ഡ്രിപ്പിങ്ങിൻ്റെ വീഡിയോസ് ഞാൻ എടുക്കാൻ പറ്റില്ല. സോ ബാക്കി ഇനി ഹെയർ സ്റ്റൈലും കമ്മലും മാലയൊക്കെ ഇടാനുണ്ട്. അപ്പം നമുക്ക് അതൊക്കെ ഇടുന്ന കാണാം. ഉച്ച ആയതുകൊണ്ട് ഫുഡ് വന്നിട്ടുണ്ട്. ക്ലബ് സാൻഡ്വിച്ചും പൈനാപ്പിൾ ജ്യൂസുമാണ്. കഴിച്ചാലോ? ഇവരൊന്നും കട്ട് ചെയ്തത് പോലും ഇല്ല. സംഭവം കൊള്ളാം. സ്ട്രെയിറ്റ് ഹെയർ ആയതുകൊണ്ട് തന്നെ എനിക്ക് മെസ്സി ഹെയർ സ്റ്റൈൽ ഭയങ്കര രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ ഇനി നെറ്റിച്ചുട്ടി വെച്ച് നോക്കുന്ന കുറേ നേരം നമ്മൾ കുറേ ട്രയൽ ചെയ്തായിരുന്നു. ചേച്ചി എല്ലാം എനിക്ക് ഇണങ്ങുന്ന ടൈപ്പാണ് എല്ലാം നോക്കിയത്. അതുകൊണ്ടൊക്കെ എൻ്റെ ഇഷ്ടം കണക്കാണ് എല്ലാം ചെയ്തത്. പിന്നെ എയർ ബ്രഷ് മേക്കപ്പ് ആണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് എയർ ബ്രഷ് മേക്കപ്പ് ട്രൈ ചെയ്യുന്നത്. എന്തൊരു ഫിനിഷിംഗ് ആണ്. എൻ്റെ കുരുക്കളെ നിങ്ങൾ കാണുന്നുണ്ടോ? ഇതുവരെ ഒരു ഷൂട്ടിൻ്റെ ഇങ്ങനെ അധികം പൊങ്ങി വരാറില്ല. പക്ഷേ എന്തോ പറ്റി എനിക്കറിയത്തില്ല. ഇനി ഞാൻ ഓയിലി ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ആയിരിക്കും കഴിഞ്ഞ ആഴ്ച കുറേ കുരുക്കൾ വന്നിട്ടുണ്ട് ഗൈസ്. പിന്നെ താമരയാണ് നമ്മൾ ആദ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ, നമ്മൾ ട്രയൽ ചെയ്ത് നോക്കുന്നത്. താമരയാണ് നമ്മൾ അവസാനം ചൂസ് ചെയ്തത്. ഐ മേക്കപ്പ് ഒക്കെ കണ്ടോ എന്ത് ഭംഗിയാണ്. നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ മനസ്സിലാവും, ഞാൻ കണ്ണിൻ്റെ മുകളിൽ അങ്ങനെ വരയ്ക്കാറില്ല. പക്ഷേ ചേച്ചിയുടെ വീഡിയോസിൽ ചേച്ചി ബ്രൈഡ്സിന് ചെയ്യുന്ന ഐ മേക്കപ്പും അതേപോലെ ഈ മുകളിൽ എഴുതുന്നതൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ പിന്നെ ആ ചേച്ചിയോട് മാത്രം ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ എക്സ്പെക്റ്റേഷൻ ഒന്നും തന്നെ തകർക്കാണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എനിക്ക് ഐ മേക്കപ്പ് ചെയ്തത്. ആ കണ്ണിൻ്റെ മുകളിൽ വരച്ചത് കണ്ടപ്പോൾ ശരിക്കും കോളേജിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ഞാൻ ഐലൈനറൊക്കെ എഴുതുമായിരുന്നു. വീണ്ടും എനിക്ക് ഐലൈനറൊക്കെ എഴുതാനുള്ളൊരു കോൺഫിഡൻസ് കിട്ടിയ പോലെ തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നല്ല ഭംഗിയില്ലേ കണ്ടിട്ട്? ഐ മേക്കപ്പ് ആയാലും ലിപ്സ്റ്റിക് ആയാലും മേക്കപ്പ് ആയാലും എന്തൊരു പെർഫെക്ഷൻ ആണല്ലേ. ഞാൻ ശരിക്കും വീഡിയോസിലൊക്കെ കാണുമ്പോൾ അതേപോലെ തന്നെയാണ് എനിക്കുണ്ടായത്. ഫ്ലവർ സെറ്റിങ് നോക്കൂ, രണ്ട് സൈഡും താമര, നടുക്കും ഇങ്ങനെ താമര വന്നിട്ട് ഞാനിങ്ങനെ ഭയങ്കര വെറൈറ്റിയാണ് ഫുള്ള് ആൾ. അതേപോലെ ആൾ ഭയങ്കര പ്ലസൻ്റാണ്. നമുക്ക് ഫുൾ ടൈം ഭയങ്കര എനർജറ്റിക് ആയിട്ട് പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ ചേച്ചി എന്നോട് മുന്നേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴായാലും ഭയങ്കര രസമായിട്ടാണ് നമുക്കിങ്ങനെ വരാൻ തോന്നും ഇങ്ങോട്ട്. അപ്പോൾ അതേപോലെ തന്നെ ഒരു ബ്രൈഡിൽ എന്തൊക്കെ പെർഫെക്ഷൻ വേണോ അതെല്ലാം ചേച്ചി എന്നിലും ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ പൊതുവേ നെയിൽ പോളിഷ് ഒന്നും ഇടുന്ന ആളല്ല. എനിക്ക് നെയിൽ പോളിഷ് തന്നെ ഇഷ്ടമല്ല. പക്ഷേ ആ ഒരു ബ്രൈഡൽ പെർഫെക്ഷന് വേണ്ടിയിട്ട് ചേച്ചി എല്ലാം ശ്രദ്ധിച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഗൈസ്, കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ബ്രൈഡൽ വേഷത്തിൽ നിൽക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ചേച്ചിക്ക് ഇഷ്ടമായോ? ചേച്ചിയല്ലേ ഒരുപാട് ബ്രൈഡ്സിനെ ഒരുക്കുന്നത്. ഞാൻ എൻ്റെ കീർത്തന കുട്ടീനെ കുറേ നാളായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആൾക്ക് ഇപ്പോഴാണ് ടൈം കിട്ടിയത്. ഞാനിങ്ങനെ ഒരുക്കിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനിങ്ങനത്തെ ഒരു മെസ്സി കേൾസൊക്കെയാണ് ആൾക്ക് കൊടുത്തിരിക്കണേ. ആളുടെ ഇഷ്ടത്തിനുള്ള ഹെയർഡും ഒക്കെയാണ് ചെയ്തേക്കണേ. നിങ്ങൾക്ക് എന്താ ഇഷ്ടം എന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കൂ. താങ്ക് യു സോ മച്ച്. ഓക്കെ, എൻ്റെ വീഡിയോ കാണാറുണ്ടോ? വാ വീഡിയോ കാണാറുണ്ടോ? യൂട്യൂബ് കാണാറുണ്ടോ? കണ്ടിട്ടുണ്ടോ ചേച്ചിനെ? ഇഷ്ടപ്പെട്ടോ മേക്കപ്പ്? എന്താ പേര്? അനുരക്ഷിത. വലിയ പേരാ, വലിയ ആളാ. സോ ഗൈസ്, നമ്മൾ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഷൂട്ടിന് പോവുകയാണ്. ഹലോ ഗൈസ്, നമ്മളിപ്പം തൃപ്പൂണിത്തറ ആയിട്ടാണ് വരുന്നത്. ഞാൻ കോട്ടയത്ത് നിന്ന് എറണാകുളം പോകുമ്പോൾ ഈ അമ്പലം കാണാറുണ്ട്. ത്രൂ ഔട്ട് ദ ഷൂട്ട് അതിൻ്റെ പെർഫെക്ഷന് വേണ്ടി ചേച്ചി കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഫോട്ടോഷൂട്ട് എടുക്കാൻ വന്നത് DJ ചേട്ടനാണ്. ആൻഡ് ചേട്ടനും അതേപോലെ ഫോട്ടോഗ്രാഫർ ആയാൽ കൂടി എനിക്ക് വീഡിയോസ് എടുക്കണം എന്നുള്ള ഒരു റിക്വയർമെൻറ്റ് പറഞ്ഞത് കൊണ്ട് ചേട്ടൻ വളരെ പ്ലസൻ്റായിട്ട് അത് വെൽക്കമിങ് ആയിട്ട് എനിക്ക് വീഡിയോസും ഒക്കെ എടുത്ത്. പിന്നെ ഞാൻ നന്നായിട്ട് വീർക്കുന്നുള്ളതുകൊണ്ട് ചേച്ചി അപ്പം തന്നെ ടച്ചും ചെയ്ത് തരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഷൂട്ട് സിമ്പിളായിട്ട് അവസാനിച്ചു. സോ ഗൈസ്, നമ്മൾ ഷൂട്ട് കഴിഞ്ഞു. താന്ന ഗൈസ്, നമ്മളൊരു ചായ കുടിക്കാൻ വന്നേക്കുവാണേ. അങ്ങനെ എല്ലാം കഴിഞ്ഞു ഗൈസ്, ഷൂട്ടെല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് ഗെറ്റ് അൺറെഡി വിത്ത് അസ്. അതാണ് ഇന്നത്തെ ഇനി കണ്ടന്റ്, ബാക്കിയുള്ള കണ്ടന്റ്. ബൈ.
ഇവിടുത്തെ എല്ലാ സ്റ്റാഫ്സും വളരെ സപ്പോർട്ടീവ് ആയിരുന്നേ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മേക്കപ്പും എല്ലാ കാര്യങ്ങളും അഴിക്കാനൊക്കെ അവർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ദിവസം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ